റംസാൻ അത്താഴ കമ്മിറ്റിയുടെ സ്തുത്യർഹമായ സേവനങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അറക്കൽ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ സിറ്റി എന്നറിയപ്പെടുന്ന അന്നത്തെ നഗരപ്രദേശമായ കണ്ണൂർ സിറ്റി, ഇന്നത്തെ നഗരം വികസിക്കുന്നതിന് മുമ്പ് അറക്കൽ രാജാക്കന്മാരുടെ കീഴിൽ വലിയ വികസിച്ചിരുന്ന ഒരു ഭാഗത്ത് കടൽ വ്യാപാരവും മറുഭാഗത്ത് കര വ്യാപാരവുമായി വളരെ കേളികെട്ട സിറ്റിയിൽ ഇന്നത്തെ റംസാൻ കാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അടുത്ത കാലത്താണ് റംസാൻ ചന്ത എന്ന പേരിൽ രാത്രി ഈ ഒരു പരിപാടി തുടങ്ങിയത്. വളരെ പ്രശസ്തമാവുകയും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ ആളുകൾ എത്തിച്ചേരുകയും ചെയ്യാണ്. റംസാനിൻ്റെ രാവുകളെ മുഴുവനും പകൽ പോലെ പ്രകാശപൂരിതമാക്കി ജനനിബിഡമാക്കിക്കൊണ്ട് കണ്ണൂർ സിറ്റി മുന്നോട്ട് പോവുകയാണ്. ഷിഹാദിനെ പോലുള്ള കണ്ണൂർ സിറ്റിയുടെ ചരിത്രകാരന്മാർ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അറക്കലിൻ്റെ സിറ്റി, കണ്ണൂർ സിറ്റി മൊയ്ല ബുഖാരിയുടെ, ബലിഹസൻ്റെ ഒക്കെ ഈ ഒരു നഗരം പഴയതുപോലെ തന്നെ പ്രതാപത്തോടു കൂടി ഇപ്പോഴും മുന്നോട്ടേക്ക് ഗമിക്കുന്ന കാഴ്ചകളിലേക്കാണ് വിനോദിനിയോടൊപ്പം അലീസ. അത്താഴ കമ്മിറ്റിയുടെ സ്ഥാപകനായ ജമാൽക്കക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ കേൾക്കാം. രാത്രി 2 മണി മുതൽ 4 മണി വരെയും വൈകുന്നേരം 7 മണി മുതൽ 7:30 മണി വരെ. ഈ നോമ്പ് തുറ എന്ന് പറയും, മറ്റേത് അത്താഴം എന്ന് പറയും. അത് വരുന്ന ഒരു 250 ആൾ നോമ്പ് തുറക്കുണ്ടാവും. അത് മറ്റേ രാത്രി 2:30 മണി മുതൽ രാവിലെ 4 മണി വരെ കൊടുക്കുന്നത് ഏകദേശം 250 ആളോളം അതുണ്ടാവും. അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം കിട്ടുന്ന ആൾക്ക് വരുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഭക്ഷണം സ്റ്റാർട്ടായത് 2 മണി മുതൽ 4 മണി വരെ രാത്രി. റംസാനെല്ലാം 30 ദിവസം വരെ. പിന്നെ വേറെ മഴ കഴിഞ്ഞാൽ നോമ്പ് തുറയുണ്ട്. അത് 7 മണിക്ക് വാങ്ങി കൊടുത്താൽ നിസ്കാരം കഴിഞ്ഞാൽ ചെറുതാടുന്ന പള്ളിയിൽ നിന്ന് കൊടുക്കും, കുറച്ച് ഭക്ഷണം ഇവിടുന്ന് കൊടുക്കും. അത് 7 മണി മുതൽ 7:30 വരെ ഉണ്ടാവും. അത് 10 200-250 ആളുണ്ടാവും. ചിലപ്പോൾ 300 ആളുണ്ടാവും. ചിലവല്ല ജനങ്ങൾക്ക് ജനങ്ങളാണ് ഗൾഫുകാർ, പിന്നെ ഈ വീടുകളിലെ ആൾ, കുട്ടികൾ, ഗൾഫ് കുട്ടികളുണ്ടല്ലോ. ഇത് പിന്നെ 36-ാമത്തെ വർഷമാണ്. 90-ൽ തുടങ്ങിയതാണ്. 36-ാമത്തെ വർഷമാണ്. റംസാനിൽ കണ്ണൂർ സിറ്റിയിലെ നോമ്പ് തുറയും അത്താഴ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും വളരെ പ്രസിദ്ധമാണ്. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പലരിൽ നിന്നും അറിയാം. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ അത്താഴത്തിൻ്റെ സമയങ്ങളൊക്കെ എഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ അത്താഴ കമ്മിറ്റിയുടെ അടുക്കളയും ബാക്കി പ്രവർത്തനങ്ങളും ഇദ്ദേഹം പറയുന്നതാണ്. നമുക്ക് നോക്കാം. പുറത്തുനിന്ന് പാർസൽ വരികയൊന്നല്ല, ഇവിടെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ അവിടെ കൊടുക്കുകയും ഉണ്ടെങ്കിൽ അവർ വന്ന് പറഞ്ഞാൽ അവർക്കുള്ളത് ഉണ്ടാവും. അതൊന്നും ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുകയാണ്. ഇവിടുന്ന് ഉണ്ടാക്കും. ഇത് ഒരു സ്റ്റോറാണ്, സാധനം സ്റ്റോക്ക് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഒരു സ്റ്റോറുണ്ട്. ഇത് ഉണ്ടാക്കുന്ന സ്ഥലം. ഇത് ക്ലീനിങ്ങിൻ്റെ സ്ഥലം. ദിവസവും ഒരു ഏകദേശം എത്ര പേരുണ്ടാവും? അതായത് ഒരു 6:30 മണിക്ക് നോമ്പ് തുറക്ക് 350-400 ആളുണ്ടാവും. ഫസ്റ്റിൽ ടോക്കൺ ഉണ്ടാവും. 2 മണി മുതൽ ടോക്കൺ കൊടുക്കും. ആ ടോക്കൺ എടുത്തിട്ട് പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ടോക്കന് കണക്കായിട്ട് ആൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള ആൾക്ക് പുറത്ത് ലാസ്റ്റ് വരുന്ന അവർക്ക് എല്ലാവർക്കും ആരും മറക്കൂല, എല്ലാവർക്കും പിന്നീട് ടോക്കൺ ഇല്ലാണ്ട് തന്നെ ഭക്ഷണം കൊടുക്കും. ടോക്കനുള്ള ആൾക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്ക് മുൻഗണന. അത് 400 പേരുണ്ട്. ആരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കും. 400 പേരോളം. 400-450 പേരുണ്ടാവും. പിന്നെ അത്താഴത്തിന് എത്ര? അത്താഴത്തിന് നമ്മൾ ഒരു 10 മണി മുതൽ എഴുതാൻ തുടങ്ങും ടോക്കൻ. എത്ര ആൾക്ക് ഭക്ഷണം വേണം എന്നുള്ളത് നമുക്ക് 5 ആൾക്കായിട്ട് അരികളുണ്ട്. അപ്പോൾ അത് ഒരു 200-ന്റെ താഴെ ആളുണ്ടാവും. 200 ആൾ വരെ ഉണ്ടാവും എന്തായാലും. രാത്രി കഴിക്കുക ഇവിടെ വന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കും. പിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അത്താഴത്തിന് എന്താണ് ഭക്ഷണം ഉണ്ടാവും? അത്താഴത്തിന് ചോറുണ്ടാവും, വറവുണ്ടാവും, അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, മീൻ കറി ഉണ്ടാവും, മീൻ പൊരിച്ചതുണ്ടാവും. അതിങ്ങനെ മാറി മാറി ഉണ്ടാവും. ചൂടോടെ തന്നെ ഉണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കുന്ന ഇവിടുത്തെ കുക്കാണിത്. ഇതാണ് അത്താഴം മുട്ടുന്ന ആള്. മറ്റുള്ള ദിവസങ്ങളിൽ കല്യാണ പരിപാടിക്ക്
കല്യാണ പരിപാടി കല്യാണ പരിപാടിക്ക് വെക്കുന്ന കുക്കാണ്. തുടങ്ങാൻ എന്ത് പ്രത്യേക കാരണം ഉണ്ടായ? അതന്നെ പിന്നെ ഈ കാസർഗോഡ്, വടകര, കോഴിക്കോട്, മലപ്പുറം, വയനാടിലെ ഈ മൊയ്താക്കന്മാർ ഇവിടെ വരും. അപ്പോൾ അവർക്ക് രാത്രി ഭക്ഷണം കിട്ടും. അപ്പോൾ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് നമ്മളങ്ങനെ തുടങ്ങിയതാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടി. ഇപ്പോഴാണെങ്കിൽ കാസർഗോഡ് തിരുവനന്തപുരം മുതൽ അവിടെ പോയിട്ടുണ്ട് ഭക്ഷണം കിട്ടും. ഒപ്പര ഇപ്പം അത്താഴ കമ്മിറ്റിന്റെ മുത്തവല്ലി. ഇപ്പം അത് വിപുലീകരിച്ച് 200, 300, 400 ആളായി. ഇനി 26 രാത്രി ചുരുങ്ങി 2000 ആള്, 2500 ആളുടെ ഭക്ഷണം 27 രാവ് 26 നോമ്പ് കുറച്ചിട്ട് 27 രാവ് ലൈലത്തുൽ ഖദർ. അന്ന് നിങ്ങൾ വാ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അതിനായിട്ട് വരുന്ന അല്ല ഇവിടെ തങ്ങുന്നതാണ്. പള്ളിയിലിരിക്കും, രാവിലെ ഇരിക്കുന്ന ആളുണ്ടാവും, അവര് ഭക്ഷണം ഇവിടെ ജാതി ഇതൊന്നുമില്ല. ആർക്ക് വന്നാലും ഭക്ഷണം കൊടുക്കും. ഇന്ന ജാതിയാണ്, മുസ്ലിമാന്ന്, ഹിന്ദുവാന്ന്, ക്രിസ്ത്യാനിയൊന്നുമില്ല. ആർക്ക് വന്നാലും ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിൽ ജാതിയും മതവും മതമൊന്നുമില്ല. ആർക്കും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. പഴയ സമഭാവന, നമ്മളില്ലാന്ന് പറഞ്ഞ് മറക്കൂല. അറക്കൽ ചിറക്കലിന്റെ പഴയ സമഭാവന എന്ന് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട്. കമ്മിറ്റിനെ പറ്റി കുറച്ച് സംസാരിക്കാൻ. ഷാഖത്തർ, അസ്സലാമു അലൈക്കും. വർഷങ്ങളോളം നടത്തി വരുന്ന ഈ അത്താഴ കമ്മിറ്റി, റംസാൻ അത്താഴ കമ്മിറ്റി ഇന്നും നിലകൊള്ളുന്നത് ഇവിടുത്തെ ഗൾഫുകാരുടെ, ജനങ്ങളുടെയും എല്ലാവരുടെയും സഹായത്തോടെയാണ്. എല്ലാ വർഷവും ഇതേപോലെ ഇനിയും ഇതേപോലെ നടത്താനുള്ള കഴിവും നാമത്തും കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി കുറേ കാലങ്ങളായിട്ട് കണ്ണൂർ സിറ്റിൻ്റെ ഒരു പൈതൃകമാണ്. കണ്ണൂർ സിറ്റിൻ്റെ ഒരു കൾച്ചറാണ് ഇവിടെ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുക. വർഷങ്ങളോളം നാട്ടിൽ മുൻകാലങ്ങളിലൊക്കെ അറക്കൽ രാജവംശത്തു നിന്ന് കഞ്ഞി കൊടുക്കുകയും നമ്മളെല്ലാം ചെറുതിൽ നമ്മൾ കേട്ടറിവാണ്. ഇവിടെ എന്ത് ദാരിദ്ര്യം ഉണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും കെയർ ചെയ്ത് ആ ഒരു സംസ്കാരം തന്നെയാണ് കണ്ണൂർ സിറ്റി. ചായ കമ്മിറ്റി ഇവിടെ വരുന്ന മുമ്പ് ഇവിടെ ഉറുദി പറയാൻ വരുന്ന ആൾക്കാരെ പാക്കാക്കി കൊണ്ട് ഈ മുമ്പിലിരിക്കുന്ന ജമാലും അതേപോലെ തന്നെ പിന്നെ മരിച്ചുപോയി അവരൊക്കെ കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരെടുത്ത് വർഷം കമ്മിറ്റി വിളിക്കുകയും പുതിയ കമ്മിറ്റി വരികയും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിലുള്ള ഗൾഫിലുള്ള ആൾക്കാരും മറ്റൊക്കെ സഹായിച്ച് കൂടുതലും വരുന്നത് അന്യസംസ്ഥാനക്കാരാണ്. അന്യസംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയ സാധനങ്ങളും ഉണ്ടാവും, അതോടൊപ്പം തന്നെ അത്താഴത്തിന് വേണ്ടത്. നോമ്പ് തുറ ഈ പള്ളിയിലാണ് ഭൂരിഭാഗവും നടക്കുക. സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക പ്രവാസികൾ ഇവിടെ എത്തും. ഇക്കൊല്ലത്തെ കാര്യം കുറച്ച് പരിതാപകരമാണ്. അറിയാലോ, GCC മൊത്തം യുദ്ധവും കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാവരും അതിൻ്റെ ഒരു ബേജാറിലാണ് ഉള്ളത്, നാട് മൊത്തം. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. നമ്മളെ പ്രവാസികളുണ്ടെങ്കിൽ നമ്മളെ നാട് ഒന്ന് ഉഷാറാവും. ഓക്കെ, ഒരു ചെറിയൊരു മധുര പലഹാരങ്ങളുണ്ടാവും, ഉണ്ടാവുക അത്താഴ കമ്മിറ്റി ആയിട്ട് എല്ലാ കൊല്ലവും നടത്തുന്നുണ്ടാവും. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടാവും. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതോടുകൂടി അത്താഴ കമ്മിറ്റിന്റെ പരിപാടി ഒരു കൊല്ലത്തെ തീർന്നു. അതോടുകൂടി കഴിഞ്ഞു. അത്താഴ കമ്മിറ്റി കഴിഞ്ഞ 36 വർഷം മുമ്പ് നിലവിൽ വന്നതാണ്. ഇത് തുടക്കം ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉറുദി, അതായത് പള്ളികളിൽ മതപ്രസംഗം പറയാൻ വരുന്ന ഉസ്താദുമാർക്കും അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്ത് താനൂർ, തിരൂർ ഭാഗത്തു നിന്ന് മത്സ്യബന്ധനത്തിന് വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംരംഭം. അന്ന് ഇവിടെ കണ്ണൂരിലെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ദീനുൽ ഇസ്ലാം സഭ അവരായിരുന്നു ഇത്തരക്കാർക്ക് ഭക്ഷണം പ്രദാനം ചെയ്തു കൊടുക്കുന്നത്. ഈ തിരക്കിനിടയിൽ നമുക്ക് അബ്ദുള്ള എന്ന അത്തർ വിൽപ്പനക്കാരനെയും കാണാം. അദ്ദേഹം ഒരു വികലാംഗനാണ്. വീൽ ചെയറിലാണ് അവിടെ ഇരിക്കുന്നത്. നല്ലവരായ മനുഷ്യർ അദ്ദേഹത്തിൽ നിന്ന് അത്തറൊക്കെ വാങ്ങി അദ്ദേഹത്തിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോകാം. അത്താഴ കമ്മിറ്റി ഈ വലിയ പള്ളിയുടെ മുൻപിലായിട്ട് വരും.
അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരെ ഗുഡ് ബൈ.